വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മുല്ലപ്പൂവാണെന്ന് തോന്നും അല്ലേ. അപ്പോൾ ഇത് ആണ് അരിക്കുമ്മൽ. അപ്പോൾ ഞങ്ങളെ കർണാടകയിലെ നാച്ചുറലായ അരിക്കുമ്മലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വറവാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോഴേ അതിലേക്ക് കറിച്ചപ്പലം കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാക്കിയിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും എണ്ണയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വരണം, ഒരു ബ്രൗൺ കളറാകുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിനെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുമ്മൽ നല്ല ചൂടാണ്, അതുകൊണ്ട് കുറച്ച് ജീരകം 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് കുമ്മലിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ചെറിയതായി ചട്ടി, കുമ്മൽ അധികം ഉണ്ടെന്ന്. അത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ആവുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ട് വഴറ്റുന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും വേണ്ടത്ര. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുക്കറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. 2 വിഷൽ വേവിച്ചെങ്കിൽ നന്നായിട്ട് ഇടാവും. ഇത് നല്ല വേവുള്ള കുമ്മലാണിത്. അപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ വിചാരിക്കും മാഗിയാണെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റൊട്ടി ആക്കിയിട്ടുണ്ട്, കൈ റൊട്ടിയാണ്. അപ്പോൾ റൊട്ടീൻ്റെ കൂടെയോ ദോശേൻ്റെ കൂടെയോ ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതാ റൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് റൊട്ടിയും കുമ്മലിൻ്റെ വറവാണ് സ്പെഷ്യൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി പിന്നെ കാണാം. ബൈ.